ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ കൊല്ലത്തോട്ട് പോകാൻ അമ്മയുടെ കസിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ വീട്. അപ്പോൾ ഫ്രൈഡേ ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് സാറ്റർഡേ ആണ് ഞങ്ങളിതാ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഓട്ടോയിൽ കയറുന്നുണ്ട്. കയറി ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ജനറലിലാണ് പോകുന്നത്, കാരണം തൊട്ടടുത്തല്ലേ, അപ്പോൾ നമുക്ക് പോകാൻ നല്ലത് ജനറൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അകത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഈച്ച മൂക്കിൽ കയറി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നു, കയറിയിരുന്നു, പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷേ അത് ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പട്ടി ഷോ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പം ഞങ്ങൾ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉടുപ്പിൽ നിന്നാണ് കഴിച്ചത്. ഞങ്ങൾ 3 പേരും ഗീ റോസ്റ്റാണ് കഴിച്ചത് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ വടയും കഴിച്ചു, കാരണം നല്ല വിശപ്പ് കാണുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല സ്ട്രോങ് കോഫിയും കുടിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതാ നേരെ എത്തി കേട്ടോ. ബസ്സിൽ കയറി അവിടെ ഇറങ്ങി. അപ്പോൾ ഇതാണ് വീട് കേട്ടോ, മഞ്ചേരി. നല്ല ഭംഗിയുള്ളൊരു വീട് കേട്ടോ. 1 ഏക്കറിനകത്തിരിക്കുന്ന ഒരു വീടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല നിറയെ തെങ്ങുകളും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതൊന്നും ഞാൻ ഷോർട്സിന് വേണ്ടി ചെറുതായിട്ട് എടുത്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിൽ വലുതായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പം ഇതാണ് കേട്ടോ വീട്. വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ഹൗസ് വാമിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് ജസ്റ്റ് എന്താ ഉള്ളതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല വീട്. ഇതൊരു ചെറിയൊരു പോണ്ടാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂളാണ് കേട്ടോ. അതായത് റെയിൻ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പൂളാണ് ഈ സംഭവം കാണുന്നത്. നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, ഇതൊരു 1 നില വീടാണ്, പക്ഷേ അടിപൊളി വീടാണ് കേട്ടോ. ഇൻറ്റീരിയറൊക്കെ രക്ഷയില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. പിന്നെ ഫേർണിച്ചറൊക്കെ അവർ ഇനി സെറ്റ് ചെയ്തേ ഉള്ളൂ, വന്നിട്ടില്ല ഒന്നും. ഇനിയും ചുറ്റിനൊക്കെ കുറേ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ ഈ വീടിൻ്റെ. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെ വരുന്ന ഒരു അമ്മാതിരി ഒരു ലുക്കാട്ടോ വീട്. അപ്പോൾ അവിടെയും പണികൾ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീടിനകം കാണാം. ഇതാണ് കേട്ടോ കോട്ടിയാടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോനിച്ചേട്ടനാണ്, ഇത് ശ്രുതി. ഈ കൃഷ്ണൻ്റെ താഴെ ഇരിക്കുന്നത് ദശാവതാരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കുന്നത്, കൊത്തിയെടുത്തതാണ് കേട്ടോ ദശാവതാരം. ഇത് ആൻറ്റിയാണ്, ഇതാണ് മിനി ആൻറ്റി, അമ്മയുടെ കസിൻ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുപോയപ്പോൾ എന്നെ കളിയാക്കുവാണ്, എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് പൊന്നു കേട്ടോ. ഇവർക്ക് 3 ആൺമക്കളാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ 3 പേർക്കും വീട്ടിലെ പെണ്ണുങ്ങളുടെ പേരാണ് ചിന്നു, പൊന്നു, മോനു എന്നായിട്ടേക്കുന്നത്. ഇതാണ് കേട്ടോ അങ്കിള്. അപ്പോൾ ഇതാണ് അങ്കിളും പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ചെയ്തതാണ്. ഇത് ചിന്നുവാണ് കേട്ടോ. ഇതിൻ്റെ പേര് ചിന്നുവും പൊന്നുവും ട്വിൻസാണ്. അപ്പോൾ ഇത് കിച്ചനാണ്. ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായേനെ. അടിപൊളി കിച്ചനായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്ത ഇതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ട, ഈ വീട് ഫുൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കാണ്. ആ വീട്ടിൽ കയറുന്ന ഒരു പോർഷൻ വരെ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. അങ്ങനെ അതുപോലെ ഫുൾ കംപ്ലീറ്റ് സെക്യൂറാണ്, ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം ആണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഒരു ഓവറോൾ ഒരു ലുക്ക് കാണിക്കാനാണ്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ കോട്ടയാടാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കോട്ടയാടാണ്. ഈ കാണുന്ന പെയിൻറ്റ് നിങ്ങൾ വിചാരിക്കും പൂശിയിട്ടില്ല എന്ന്, അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ പറയുന്നത് എന്തോ ഓക്സിഡൈസ്ഡ് പെയിൻറ്റ് അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അകമൊക്കെ കാണാൻ, ഇൻറ്റീരിയർ. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നേരിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു. ഞങ്ങളിനി തിരിച്ച് പോകാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് മോനിച്ചേട്ടൻ്റെ വൈഫാണ്, റോഷ്നി ചേച്ചി, പൊന്നു. ഞങ്ങളിത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരമായിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയമായിട്ടോ ട്രെയിൻ വരാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഓടിച്ചാടി വേഗം ട്രെയിനിലൊക്കെ കയറി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ തിരിച്ച് വീട് മീൻസ് ട്രിവാൻഡ്രം എത്തുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ നേരെ ആര്യ നിവാസിലോട്ട് വിട്ടു, തമ്പാനൂർ. അവിടെ നിന്ന് മഷ്റൂം ഫ്രൈഡ് റൈസും പിന്നെ അമ്മ അപ്പവും, നല്ല ചൂടപ്പവും ടൊമാറ്റോ കറിയായിരുന്നു. ഇത് ഗോബി മഞ്ചൂരിയൻ, ഇതൊക്കെ വെച്ച് നല്ലപോലെ കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല സ്ട്രോങ് കോഫിയൊക്കെ കൂട്ടാൻ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കണ്ടപ്പോൾ തന്നെ അവന് സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.